ബിഗ് ബോസ് മലയാളം സീസൺ 6 59-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സാബുമോന് ശേഷം രണ്ടാമത്തെ ചലഞ്ചറായ ശ്വേത മേനോനും ബിഗ് ബോസ് വീടിനകത്ത് കടന്നിരിക്കുകയാണ്. ശ്വേത എത്തിയപ്പോൾ തന്നെ അതിഗംഭീരമായ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെയാണ് ബിഗ് ബോസ് നൽകിയത്. ബോസംഗ രാജവംശത്തിലെ അലക്സാണ്ട്ര രാജകുമാരി എന്നാണ് ശ്വേത മേനോനെ ബിഗ് ബോസ് വിശേഷിപ്പിച്ചത്. ശ്വേത മേനോൻ അതിവിശേഷപ്പെട്ട ഒരു ഡയമണ്ടും കൂടെ കൊണ്ടുവരുന്ന അതിവിശേഷപ്പെട്ട ആ ഡയമണ്ടിനെ കുറിച്ച് എത്തുന്നതിന് മുൻപ് തന്നെ ചില കാര്യങ്ങൾ മത്സരാർത്ഥികളോട് ബിഗ് ബോസ് പറയുന്നുണ്ട്. അതായത് ആ ഡയമണ്ട് കൈക്കലാക്കുന്നവർ 10ാം ആഴ്ചയിലെ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെടുന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ ഡയമണ്ട് കൈക്കലാക്കാനുള്ള പല കാര്യങ്ങളും ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, വന്നപ്പോൾ തന്നെ പവർ റൂമിലേക്ക് കയറാനുള്ള ഒരു ശ്രമവും ശ്വേത മേനോൻ നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ പവർ റൂമിലേക്ക് കയറാൻ പോയ ശ്വേതയെ പവർ ടീം അംഗങ്ങൾ തടയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം തനിക്ക് ഡെൻ റൂം മതിയെന്ന് പറഞ്ഞ് തന്റെ സാധനങ്ങളെല്ലാം റൂമിലാക്കുന്നുണ്ട് ശ്വേത. ഇവിടുന്ന് ഒരു സാധനവും പുറത്തേക്ക് പോകാനും പാടില്ല, പുറത്തുനിന്ന് ആരും അകത്തേക്ക് തന്റെ റൂമിലേക്ക് വരാനും പാടില്ല എന്ന് ഏവർക്കും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും ശ്വേത വന്നതോടെ ഇത്രയും ദിവസം ഉറങ്ങിക്കിടന്ന വീടൊന്ന് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ശ്വേത മേനോൻ വന്നപ്പോൾ തന്നെ ഒരു ഫിസിക്കൽ അസോൾട്ട് വരെ ഹൗസിൽ കഴിഞ്ഞ ദിവസം നടന്നു കഴിഞ്ഞു. രസ്മിൻ ജാസ്മിൻ ഫൈറ്റും അതിനുശേഷം നടന്ന ചില നാടകീയ രംഗങ്ങളുമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലെ ഹൈലൈറ്റ്. ഗസ്റ്റായ ശ്വേത മേനോന്റെ നിർദ്ദേശം അനുസരിച്ച് കിച്ചൺ ഏരിയയിൽ നിന്ന് രസ്മിൻ അടക്കമുള്ളവരെ ലിവിംഗ് റൂമിൽ എത്തിക്കാനുള്ള ജാസ്മിന്റെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഫൈറ്റ് നടന്നത്. ഹോട്ടൽ ടാസ്കിലെ റോബോട്ടാണ് ജാസ്മിൻ. ശ്വേത മേനോൻ ജാസ്മിനോട് പറയുന്നുണ്ട് എല്ലാവരെയും 10 മിനിറ്റിനുള്ളിൽ ലിവിംഗ് റൂമിൽ എത്തിക്കണമെന്ന്. ജാസ്മിൻ പലതവണ വന്ന് പറയുന്നുണ്ടെങ്കിലും അതാരും കേട്ട ഭാവം പോലും നടിച്ചില്ല. പിന്നീട് ശ്വേത മേനോനോട് ജാസ്മിൻ വന്ന് പറയുന്നുണ്ട് ആരും പറയുന്നത് കേൾക്കുന്നില്ല എന്ന്. വീണ്ടും ഒരു കമാൻഡ് പോലെ ശ്വേത മേനോൻ ജാസ്മിനോട് പറയുമ്പോഴാണ് അടുക്കളയിൽ ചെന്ന് കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ഗ്യാസ് ഓഫ് ചെയ്യാനുള്ള ശ്രമം ജാസ്മിൻ നടത്തുന്നത്. അതിൽ ദേഷ്യം വന്ന രസ്മിൻ ജാസ്മിനെ പിടിച്ച് തള്ളുകയായിരുന്നു. രണ്ടുപേരെയും മറ്റു മത്സരാർത്ഥികൾ വന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമല്ല. കാരണം ഫൈറ്റ് നടന്ന സമയത്തെ ചില രംഗങ്ങൾ ബിഗ് ബോസ് തന്നെ എഡിറ്റ് ചെയ്തിട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഫൈറ്റിന് ശേഷം റോബോട്ടായ ജാസ്മിന്റെ തലയിൽ വെച്ചിരുന്ന ഹെൽമെറ്റ് തറയിൽ വീഴുകയും കഴുത്തിൽ കിടന്ന മുത്തുമാല പൊട്ടുകയും ചെയ്തുവെന്നാണ് പുറത്തുള്ള പ്രേക്ഷകർ കണ്ടെത്തിയത്. ഒരർത്ഥത്തിൽ ഒരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനെതിരെയും നിരവധി പേര് വിമർശനവുമായി എത്തുന്നുണ്ട്. മുൻ സീസണിൽ റോബിൻ രാധാകൃഷ്ണൻ സഹ മത്സരാർത്ഥിയായ റിയാസിനെ ചെയ്തതും ഇത് തന്നെയാണ്. അന്ന് റോബിന്റെ പുറത്താകലിന് വരെ കാരണമായ സംഭവം കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ഫിസിക്കൽ അസോൾട്ട്. എന്നാൽ ഒരു വ്യത്യാസം മാത്രം, അന്ന് റിയാസ് തന്നെ ബിഗ് ബോസിനോട് ആവശ്യപ്പെടുകയായിരുന്നു റോബിനെ പുറത്താക്കണമെന്നും ഫിസിക്കൽ അസോൾട്ടാണ് നടത്തിയതെന്നും. എന്നാൽ ഇവിടെ ജാസ്മിന്റെ ഉറ്റ സുഹൃത്താണ് രസ്മിൻ എന്നുള്ളത് കൊണ്ട് തന്നെ തനിക്ക് പരാതിയില്ല എന്നുള്ള കാര്യം ജാസ്മിൻ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. എന്നാൽ പോലും ബിഗ് ബോസ് രസ്മിനെതിരെ നടപടി സ്വീകരിക്കാത്തത് വലിയ തെറ്റാണെന്നും ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. ഏതായാലും ജാസ്മിനെ അടിച്ചത് രസ്മിൻ ആണെങ്കിലും പഴി കേട്ടത് നോറയ്ക്കാണ്. നോറ വിഷം കുത്തിവെച്ചിട്ടാണ് രസ്മിൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് ജാസ്മിൻ പറയുന്നത്. ഗസ്റ്റുകളായ ശ്വേത മേനോന്റെയും സാബുമോന്റെയും മുൻപിൽ വെച്ചും ജാസ്മിൻ നോറയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ട്. അതോടെ നോറയും പതിവ് രീതിയിലുള്ള തന്റെ കരച്ചിൽ നാടകം പുറത്തെടുക്കുന്നുണ്ട്. സംഗതി വഷളാകുമെന്ന് തോന്നിയതോടെ രസ്മിനെയും ജാസ്മിനെയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതോടെ രണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ സാധാരണ സംഭവിച്ച ഒരു കാര്യം പോലെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു കരയുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ കൺഫെഷൻ റൂമിൽ വെച്ചും ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, തനിക്കെതിരെ നോറയാണ് രസ്മിനെ തിരിക്കുന്നതെന്നും നോറ വിഷം കുത്തിവെച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ നടന്ന സംഭവമെന്നുമൊക്കെ. താനും ഗബ്രിയും പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ഇവിടെ വന്നതെന്ന് രസ്മിന്റെ അടുത്ത് ആരൊക്കെയോ പറഞ്ഞതുകൊണ്ട് രസ്മിൻ മനസ്സിൽ വെച്ച് ചെയ്യുന്നതാണിതെന്നും നോറയും അൻസിബയും ഇക്കാര്യം സംസാരിക്കുന്നത് നന്ദന കേട്ടത് തന്നോട് പറഞ്ഞെന്നും ജാസ്മിൻ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. നിങ്ങളെ തളർത്താൻ പലരും പലതും പറയുമെന്നും പലരും പറയുന്നത് അവരുടെ ചിന്തകളാകാം, ഊഹാപോഹങ്ങളാകാം. അത് എങ്ങനെ എടുക്കണമെന്നത് നിങ്ങളുടെ വിവേചന ബുദ്ധിയാണ്. നിങ്ങൾ നിങ്ങളിൽ മാത്രം വിശ്വസിക്കുക, ആത്മവിശ്വാസത്തോടെ മുന്നേറുക എന്നാണ് ബിഗ് ബോസ് രസ്മിനോട് പറഞ്ഞത്. ജാസ്മിനോട് രസ്മിൻ ചെയ്ത പ്രവൃത്തിയിൽ പരാതിയുണ്ടോ എന്ന് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇവിടെ വെച്ച് പുറപ്പിക്കില്ലെന്നും ഇനി ആവർത്തിക്കരുതെന്നും രസ്മിന് വാണിംഗ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ ഈ സംഭവത്തിലൂടെ ജാസ്മിന് പുറത്ത് അത്യാവശ്യം ഫാൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത്രയും ഫൈറ്റ് നടന്നിട്ടും ടാസ്കിലെ തന്റെ ക്യാരക്ടർ വിട്ട് കളയാതെ നിന്നതിനെയാണ് മിക്കവരും പ്രശംസിക്കുന്നത്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.